ഈ ഒരു യാത്രയ്ക്ക് ഏകദേശം 2-3 വർഷത്തെ പഴക്കമുണ്ട്. സംഭവം ഒറ്റയ്ക്കല്ലാട്ടോ ഈ യാത്ര, ഒപ്പം എൻ്റെ അച്ഛനും ഉണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകൾ കഴിഞ്ഞ് വന്നാൽ അച്ഛനായിട്ടൊരു കറക്കം അത് പതിവാണ്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം സൂര്യനെല്ലിയാണ്, അതും വാൽപ്പാറ വഴിക്ക്. യാത്രയുടെ കാര്യത്തിൽ നേരെ പോകുന്നതിൽ ഒരു ത്രില്ലില്ല, വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് അതിൻ്റെ ഒരു സുഖം. അതാണ് ഈ റൂട്ട് എടുക്കാനുള്ള കാരണവും. നേരെ അതിരപ്പള്ളി നിന്ന് മലക്കപ്പാറ, വാൽപ്പാറ, ചിന്നാർ, മറയൂർ, മൂന്നാർ, സൂര്യനെല്ലി. അന്നതേ ഈ ഓണായിരുന്നു. നമ്മുടെ ഏഞ്ചലിനെ പോലെ തന്നെ സകലമാന കുന്നും മലയും ഒക്കെ ഇവനും കണ്ടിട്ടുണ്ട്. അച്ഛനൊന്ന് സൂര്യനെല്ലി അതുവരെ കണ്ടിട്ടോ പോയിട്ടോ ഒന്നുമില്ല. പക്ഷെ അച്ഛൻ വാൽപ്പാറ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അതൊരു 1.5 യാത്രയായിരുന്നു. അന്ന് ഈ കാറൊന്നും ഉണ്ടായില്ല. അച്ഛൻ്റെ സ്വന്തം സ്കൂട്ടറിലായിരുന്നു അന്നത്തെ യാത്ര. ഏകദേശം ഒരു 500 കിലോമീറ്റർ ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കറങ്ങി വന്നു. അന്നായിരുന്നു അച്ഛൻ ആദ്യമായിട്ട് വാൽപ്പാറ കാണുന്നത്. ആഹാ, ദേ വരുന്നു നമ്മുടെ ആനവണ്ടി. KSRTCയിൽ ഇതിലുള്ള ഒരു യാത്ര ഒരു ഫീലാട്ടോ, പറയാണ്ട് വയ്യ. എന്തൊരു ഫീലല്ലേ ഈ ഒരു റൂട്ട്. എത്ര പോയാലും മതി വരില്ല, അമ്മാതിരി ഒരു റൂട്ട്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആനയെ പ്രതീക്ഷയിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എവിടെ ആശാനെ കണ്ടില്ല. വാഴശാലയിൽ നിന്നും തരുന്ന സ്ലിപ്പ് ഇവിടെ ഏൽപ്പിച്ച് സൈൻ ചെയ്യണം. അങ്ങനെ ആ സ്ലിപ്പൊക്കെ ഏൽപ്പിച്ചു. റിട്ടേൺ ഏതായാലും ഇതിലില്ല, ലക്ഷ്യം സൂര്യനെല്ലിയാണല്ലോ. മലക്കപ്പാറ എത്തിയാൽ ദേ ഇതുപോലെ ഇനി അങ്ങോട്ട് തേയിലക്കാടുകളാണ്. മലക്കപ്പാറയിലെ ഈ ഒരു കാലാവസ്ഥയും കാഴ്ചകളും ഒക്കെ എന്തോ പറയാ, എപ്പോഴും പറയും പോലെ ശാന്തവും സമാധാനവുമായ ഒരു ഏരിയ. അങ്ങനെ മലക്കപ്പാറയിലെ കാഴ്ചയൊക്കെ കണ്ട് അച്ഛൻ ആദ്യം ഉഷാറായിട്ടിരുന്നില്ലും ആ തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോൾ ദേ ഇതായി അവസ്ഥ. ആള് നല്ല ഉറക്ക. കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ദേ ഇവൻ മുന്നിൽ വന്ന് പെട്ടത്. എന്തോ ഭാഗ്യത്തിന് കണ്ടു. വണ്ടി ചവിട്ടി നിർത്തി ഒരു ഫോട്ടോയും എടുത്തു. പൊക്കോ. ഈ സ്പോട്ട് പിന്നെ പറയണ്ടല്ലോ അല്ലേ. വാൽപ്പാറയിലെ വാട്ടർഫോൾ എസ്റ്റേറ്റ്. ഇവിടുത്തെ ലൈം ടീ ഒരു സ്പെഷ്യലാട്ടോ. പിന്നെ ദേ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ അവിടെ നിന്നൊരു കട്ടനും അടിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. അങ്ങനെ നമ്മൾ മെല്ലെ ഈ ചുരമൊക്കെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ഈ 40 ഹെയർ പിൻ ബെൻഡ്സ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ ചുരത്തിൽ നിന്നുള്ളൊരു വ്യൂ വേറെ ലെവലാ. ഏതൊരു വണ്ടിഭ്രാന്തൻ്റെയും ഇഷ്ട റൂട്ടാണിത്. കോയമ്പത്തൂർ പൊള്ളാച്ചി സൈഡിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോകുന്ന അണ്ണൻ വണ്ടിയാണ് ദീ വരുന്നത്. കണ്ടില്ലേ, ഇതാണ് അച്ഛൻ. അച്ഛനും ഫോട്ടോഗ്രാഫിയും യാത്രയൊക്കെ ജീവനാണ്. എൻ്റെ കയ്യിലേക്ക് ക്യാമറ എടുത്ത് തന്നതും അച്ഛൻ തന്നെയാ. അച്ഛന് കാർ ഓടിക്കാൻ വശമില്ലാത്തത് കാരണം സ്റ്റിയറിംഗ് എന്നും എനിക്ക് സ്വന്തമാണ്. ഇവിടെ അതുപോലെ ഒരു സ്പെഷ്യൽ കക്ഷി കൂടിയുണ്ടേ. നമ്മുടെ മൂന്നാർ രാജമലയിലെ താരം വരയാട് ദ നീലഗിരി താർ. അവിടുത്തെ കുറെ ഫോട്ടോസൊക്കെ ചറപറ എടുത്തു. കൂട്ടത്തിലെ കുഞ്ഞൻ വരയാടിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. എന്ത് രസമല്ലേ ആ കുഞ്ഞിനെ കാണാനായിട്ട്. ഇത്രയും നാൾ വന്നിട്ടും ആദ്യമായിട്ടാട്ടോ ഈ ഒരു കുഞ്ഞു വരയാടിനെ കാണുന്നേ. എന്താ പറയാ, ഞാനും അച്ഛനും മത്സരിച്ച് ഫോട്ടോ എടുക്കലായിരുന്നു. രണ്ടുപേർക്കും ഒരേ വട്ടുള്ളത് കാരണം ട്രിപ്പ് വേറെ ലെവലായിരുന്നു.
അങ്ങനെ ആ 40 ഹെയർ പിന്നൊക്കെ ഇറങ്ങി തമിഴ്നാടിൻ്റെ മെയിൻ ഫ്രെയിമായ പുളിമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര. ഈ ഭാഗത്തെത്തിയാൽ ഒരു ഫോട്ടോ എടുക്കൽ മസ്റ്റാണ്. വണ്ടി നിർത്തി അങ്ങോട്ട് പിടച്ച് കുറച്ച് ഫോട്ടോസ്. അന്ന് ആ യാത്രയിൽ കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഇന്നും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫോട്ടോസാണ്. കൂട്ടത്തിൽ ദേ നമ്മുടെ ആനവണ്ടി പളനിയിലേക്കുള്ള പോക്കാണ്. ചിന്നാർ വെച്ച് കാര്യമായി ഒന്നും കാണാൻ പറ്റിയില്ല. എന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ തലയാറെത്തിയപ്പോഴേക്കും ഒരു പറ്റം കാട്ടുപോത്തും ടീംസും ഒക്കെ ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. സൂര്യനെല്ലിയിലെ ഈ ടെന്റ് സ്റ്റേയിലേക്കായിരുന്നു നമ്മുടെ യാത്ര. തണുപ്പങ്ങോട്ട് കടത്തപ്പോഴേക്കും അച്ഛനോടി ടെന്റിനുള്ളിലേക്ക് കയറി. ഇവിടെ വന്നാൽ ഈ നക്ഷത്രങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങിരിക്കും. ഉറങ്ങാൻ പോലും മറന്നുപോകും. രാവിലെ എഴുന്നേറ്റ പാടെ അച്ഛൻ ക്യാമറയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സൂര്യനെല്ലിയിലെ ആ ടെന്റ് സ്റ്റേ, ലേക്ക് വ്യൂ ക്യാമ്പ് ആൻഡ് അഡ്വഞ്ചർ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ സൺറൈസും സൺസെറ്റും ഒക്കെ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങ് ദൂരെ ഒരു തടാകം പോലെ കാണുന്നതാണ് നമ്മുടെ ആനയിറങ്ങൽ ഡാം. ഈ കാണുന്ന എല്ലാം ഡാമിൻ്റെ കാശ്മീരിൻ്റെ ഏരിയ ആണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ പൊന്മുടി തൂക്കുപാലം. പൊന്മുടി ഡാമിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് തിരികെ കല്ലാർകുട്ടി നേര്യമംഗലം വഴി എറണാകുളത്തേക്ക്